സുഹൃത്തുക്കളെ, ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിനും ഭാരതത്തിൻ്റെ സംഭാവനകൾ എന്നതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചികിത്സ എന്നതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ പുനഃസ്ഥാപനം എന്നതാണ്. ചികിത്സ എന്നത് വേറൊന്നാണ്. ചികിത്സ എന്നത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രക്രിയയാണ്. അതിലെന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ട്, എന്തൊക്കെ ശരിയാണ് എന്ന് ഒരിക്കലും നമുക്ക് ജീവൻ എന്ന അനുപമ പ്രതിഭാസം അതിൻ്റെ ഫോർമുലകളൊന്നും അറിയാത്തിടത്തോളം കാലം അതിനെക്കുറിച്ചിട്ട് വ്യക്തമായ ധാരണ മനുഷ്യൻ ആർജിക്കുന്നിടത്തോളം കാലം, ആർജിക്കാതിരിക്കുന്നിടത്തോളം കാലം യഥാർത്ഥത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. അതായത് ജീവൻ എങ്ങനെ ഉണ്ടാക്കാം, ജീവൻ്റെ ഫോർമുല എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കൃത്യമായി മനുഷ്യന് ഇന്നും വ്യക്തമായിട്ടില്ല. അങ്ങനെ വ്യക്തമായിട്ട് അവനത് ഉണ്ടാക്കാനും കഴിയില്ല. അതുണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം തന്നെ നമുക്ക് ചികിത്സ എന്നതിലെ ദുരൂഹത അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പിട്ട മുടി ചികിത്സ മുതൽ ആധുനിക ഔഷധ ചികിത്സ വരെയുള്ള അതിലൊക്കെ എന്തൊക്കെ അശാസ്ത്രീയമായ വസ്തുക്കളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. എല്ലാത്തിലും ഒരു വലിയ പരിധി വരെ അസുഖം മാറുന്നുണ്ട്. അസുഖം മാറ്റാൻ എന്തായാലും ജീവൻ എന്ന പ്രതിഭാസത്തിൻ്റെ പൊതു സ്വഭാവമാണ്. എല്ലാ ജീവനും സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഹീലിംഗ്, സെൽഫ് ഓട്ടോമാറ്റിക് അഡാപ്റ്റേഷൻ ടു ചേഞ്ചിങ് എൻവയൺമെൻറ്റ് എന്നത് അത് അകത്തുള്ളതായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ എല്ലാ എൻവയൺമെൻറ്റിനോടും സ്വയം ഒരു പരിധിവരെ അതിന് സമീകരിക്കാനും അതിനെ അഡാപ്റ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. ആ ഒരു പരിധി കഴിഞ്ഞാൽ അത് തകർന്നു പോകും. അതുവരെ അതിന് നിലനിൽക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചികിത്സ എന്ന ദുരൂഹതയെ അതൊരു ശരിയായ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ കഴിയില്ല എന്നാണ് സത്യം. അതൊരു കപടശാസ്ത്രത്തിനും ശാസ്ത്രത്തിനും ഇടയിലുള്ളതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭാരതത്തിൻ്റെ സംഭാവനകൾ ആരോഗ്യ സംരക്ഷണത്തിന്, ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഭാരതത്തിൻ്റെ സംഭാവനകൾ, ശാസ്ത്രത്തിൻ്റെ സംഭാവനകളുടെ കാര്യം ഇതിൻ്റെ മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലോകത്തെ മറ്റുള്ള എല്ലാ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെയും ഒന്നായിട്ട് കൂട്ടിവെച്ചാലും ഭാരതത്തിൻ്റെ കണ്ടെത്തലായ പൂജ്യം, അതേപോലെ ഡെസിമൽ സിസ്റ്റം, ദശാംശ സമ്പ്രദായം, അത് നൽകിയ പോലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ശാസ്ത്രലോകത്തിന് മറ്റാരും സംഭാവന ചെയ്ത എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പരിശോധിക്കാവുന്നതാണ്. അതായത് ഇന്ന് ഇപ്പോൾ ഓരോ പുതിയ കണ്ടുപിടുത്തവും പാറ്റൻറ്റ് ചെയ്തിട്ട് അതിന്
കാശ് വാങ്ങുന്നത് പോലെ, അതായത് യൂറോപ്യന്മാരുടെ കയ്യിൽ ഈ വിജ്ഞാനത്തിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും കുത്തക വന്നപ്പോൾ അതിനവർ കാശ് വാങ്ങാൻ തുടങ്ങി. നേരെ മറിച്ച് അതിനു മുമ്പ് ഇന്ത്യയും ചൈനയും നടത്തിയ ഈ എല്ലാ വിജ്ഞാന വിപ്ലവത്തിൻ്റെ കുതിപ്പിനും കാരണമായ ഗണിതത്തിലെ ഡെസിമൽ സിസ്റ്റവും പൂജ്യവും, അതേപോലെ ചൈനയുടെ കടലാസും പ്രിൻറ്റിങ്ങും വടക്ക് നോക്കി യന്ത്രവും വെടിമരുന്നും പോലുള്ള അതിനൊന്നും യാതൊരു രീതിയിലുള്ള പാറ്റൻറ്റും ഇല്ല. പാറ്റൻ്റ് ആർക്കേ ഉള്ളൂ? വെള്ളക്കാരുണ്ടാക്കിയതിന് മാത്രമേ പാറ്റൻ്റ് ഉള്ളൂ, അല്ലെങ്കിൽ അവൻ മേൽക്കൈ നേടിയതിന് ശേഷം മാത്രമേ പാറ്റൻ്റ് ഉള്ളൂ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്ത്യക്കാരുടെ സംഭാവന എന്താണ്? ഇന്ത്യക്കാർക്ക് സംഭാവന ഒന്നുമില്ല എന്നാണ് സാധാരണ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഏകദേശം എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അത് അത്ര തന്നെ ശരിയാണോ എന്ന് നോക്കേണ്ടതുണ്ട്. ഉദാഹരണമായി തിരുക്കുറളിലാണെന്ന് തോന്നുന്നു. എന്തായാലും പണ്ട് മുതലേ ഉള്ള ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞതുപോലെ, അങ്ങനത്തെ ഒന്നും എന്തായാലും നിങ്ങൾക്ക് വെള്ളക്കാരൻ്റെ സംസ്കാരത്തിലും ചരിത്രത്തിലും കാണാൻ കഴിയില്ല. അതേപോലെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് ഇന്ത്യക്കാരുടെ വളരെ കൃത്യമായിട്ടുള്ള 2-3 മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്ക് കാണാം. തിരുക്കുറളിൽ എൻ്റെ ഗുരു പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ മിതമായും ഹിതമായും ഭക്ഷണം, സ്വാഭാവിക ഭക്ഷണം കൂട്ടിക്കലർത്തൊന്നും ഇല്ലാതെ നേരെ കഴിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും അയാൾക്ക് ഒരു മരുന്നും കഴിക്കേണ്ടി വരില്ല. അതേപോലെ തന്നെയുള്ള വളരെ പ്രസിദ്ധമായ മറ്റൊരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുദ്രാവാക്യമാണ് ഏകഭുജേ യോഗി ദ്വിഭുജേ ഭോഗി ത്രിഭുജേ രോഗി ചതുർഭുജേ ഭോഗി. ഏകഭുജേ യോഗി. യോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ സന്യാസി എന്നല്ല അർത്ഥം. യോഗ്യതയുള്ളവൻ, എന്ത് കാര്യം ചെയ്യാൻ കഴിവുള്ളവൻ എന്നാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് രോഗമുണ്ടെങ്കിലും, പ്രമേഹമായിക്കോട്ടെ, പ്രഷറായിക്കോട്ടെ, ജലദോഷമായിക്കോട്ടെ, പനിയായിക്കോട്ടെ, എന്ത് രോഗമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ട് നിങ്ങളെ രോഗം മാറും, നിങ്ങൾ യോഗ്യനാവും എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. പക്ഷേ അതൊക്കെ നമ്മളെ അന്ധവിശ്വാസികളും അനാചാരികളും മാന്ത്രിക വിദ്യക്കാരുമായ ഇന്ത്യക്കാരുടേതാണ് എന്ന നിലയിൽ തള്ളിക്കളയാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച മണ്ടന്മാർക്ക്, അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഇന്ത്യക്കാർക്ക് ഒരു മടിയുമില്ല എന്ന് മാത്രമല്ല, അതിൽ അവർ അഹങ്കരിക്കുകയും ചെയ്യും. എന്തായാലും
ഇത് നിങ്ങൾക്ക് ആർക്കും പരിശോധിച്ച് നോക്കാവുന്നതാണ്. മാത്രമല്ല 2016 പാശ്ചാത്യ ലോകവും അത് ഏകദേശം അംഗീകരിച്ച അവസ്ഥയാണുള്ളത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോഫാഗി എന്ന് അടിച്ചാൽ മതി. നിങ്ങളെ ഗൂഗിളിൽ ഓട്ടോഫാഗി എന്ന് അടിച്ചാൽ യോഷിനോറി ഉസുമി എന്ന ജാപ്പനീസ് ഡോക്ടർക്കാണ് അന്ന് മെഡിസിനിലും പിന്നെ ഫിസിയോളജിയിൽ ഈ 2 കാര്യത്തിനും അയാൾക്കാണ് 2016 നൊബേൽ പ്രൈസ് കിട്ടിയത്. ഈ ഓട്ടോഫാഗിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളുണ്ട്. ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? സ്വയം തീറ്റ. അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ പുറന്തള്ളാനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ട് അടിഞ്ഞുകൂടിയ ഫാറ്റും മറ്റുള്ള വസ്തുക്കളൊക്കെ രണ്ടാമത് അത് ഉപയോഗിച്ച് അതുവഴി ആ ഉപയോഗിക്കുന്നതോടുകൂടി ആ ശരീരത്തിന് ദഹന പ്രക്രിയ എന്ന നമ്മുടെ വളരെ കൂടുതൽ ഊർജം ചെലവഴിക്കുന്ന ദഹന പ്രക്രിയ, അത് മാത്രമല്ല അങ്ങനെ അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള അതിന് പുറന്തള്ള, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതോടുകൂടി വളരെ കൂടുതൽ ജോലി നമ്മളെ ശരീരത്തിന് കൊടുക്കുകയാണ്. ആ ജോലിക്ക് ആവശ്യമായ ആ ദഹന പ്രക്രിയ, പിന്നെ കുറേ കൊടുത്ത സാധനങ്ങൾക്കനുസരിച്ച രീതിയിൽ അതിനെ ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങൾ ഉണ്ടാക്കുക, അതിനുശേഷം അത് കൂട്ടിക്കലർത്തുക, എന്നിട്ട് ആ കെമിക്കലായിട്ടുള്ള ആക്ഷൻ നടന്നതിന് ശേഷം ശരീരത്തിന് ആവശ്യമായ ഊർജം സ്വീകരിക്കുക, ബാക്കിയുള്ളതിനൊക്കെ പുറന്തള്ളാനായിട്ട് പെരിസ്റ്റാലിക് ആക്ഷനിലൂടെ 10-30 അടി അതിനെ പുറത്തേക്ക് കളയുക, അതിനെ പുറന്തള്ളുക എന്ന പ്രക്രിയക്കായിട്ട് ശരീരം വളരെ കൂടുതൽ ഊർജം ലഭ്യമായ ഊർജത്തിൽ, അതായത് ഒരു ശരീരത്തിന് ഇപ്പം നിലവിലുള്ള ഒരു ഊർജ ലെവലുണ്ടാവും. ആ സ്റ്റോർ ചെയ്ത ഊർജത്തിൽ വൈറ്റൽ പവർന്നോ ജൈവ ഊർജമെന്നോ അല്ലെങ്കിൽ ജീവ ഊർജമെന്നോ എന്ത് വേണമെങ്കിലും പേര് പറഞ്ഞു, ആ ഊർജത്തിൽ വളരെ കൂടുതൽ ഭാഗം ഈ ദഹന പ്രക്രിയക്കായിട്ട് ചിലവാക്കും. ആ ദഹന പ്രക്രിയക്ക് ചിലവാക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് ശുദ്ധീകരണം എന്നോ അതിനെ കൂടുതൽ നിലവിൽ അകത്ത് പെട്ടിട്ടുള്ള അന്യവസ്തുക്കളെ അല്ലെങ്കിൽ അനാവശ്യ വസ്തുക്കളെ ഒക്കെ പുറന്തള്ളാനുള്ള അതിൻ്റെ ഊർജം അതിന് കൊടുക്കാൻ കഴിയാതെ, നേരെ മറിച്ച് നമ്മളെ വയറ്റിൽ ദഹനത്തിനായിട്ട് ഒരു വസ്തുവും കിടക്കുന്നില്ല എങ്കിൽ ആ ഊർജം മുഴുവൻ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അന്യവസ്തുക്കളെയും വൃത്തികേടുകളെയും ഒക്കെ പുറന്തള്ളാനായിട്ട് ശരീരം സ്വീകരിച്ചോളൂ. ഏതുപോലെ എന്ന് വെച്ചാൽ വീട്ടിൽ ഏത് നേരം ജോലിയുള്ള ഒരാൾക്ക് ജോലി എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം അത് തന്നെ ചെയ്യുന്ന ഒരു വീടിന് വൃത്തിയാക്കാൻ ചിലപ്പോൾ വീട്ടമ്മക്ക് കഴിഞ്ഞെന്ന് വന്നേക്കില്ല. അത് ആവശ്യമാണെങ്കിൽ പോലും അതിന് നേരമില്ലാത്തതുകൊണ്ട് തന്നെ കഴിയാതെ അവിടെയും ഇവിടെയും കൂടുതൽ അഴുക്കുകളും ഇതൊക്കെ വീട്ടിലൊക്കെ ഇങ്ങിരിക്കുക. അതേപോലെ ശരീരത്തിനും ഈ അന്യവസ്തുക്കൾ കൂടുതൽ അടിഞ്ഞാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്.
അപ്പോൾ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ദഹനപ്രക്രിയ അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ശുദ്ധീകരണം നടക്കുകയുള്ളൂ. ഈ ശുദ്ധീകരണം നടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രോഗങ്ങളുടെ കാരണം. രോഗങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ വാക്കുകളാണ്, തെറ്റുപറ്റാത്ത വാക്കുകൾ. അതായത് മനുഷ്യൻ്റെ ഭാഷയിലുള്ള വാക്കുകളല്ല. മനുഷ്യൻ്റെ ഭാഷയിലുള്ള വാക്കുകൾക്ക് നുണ പറയാൻ കൂടിയും കഴിയും. ഉപകരണങ്ങളുടെ ഗുണം അതാണ്. അതിൽ നന്മയും തിന്മയും ഉണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഭാഷയിൽ നുണ പറയാനുള്ള കഴിവുള്ളതുകൊണ്ട്, നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഷയിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഷയിൽ നുണയില്ല. ഈ രോഗങ്ങളൊക്കെ സത്യമാണ്. അതൊക്കെ തന്നെ പ്രകൃതിയുടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, ഇപ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, അത് അപകടകരമാണ് എന്ന സൂചനയാണ്. അതിനു പകരം ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ വെള്ളക്കാരൻ അതിനെ നേരിടുക, അതിനെ നശിപ്പിക്കുക, അതിനെ തോൽപ്പിക്കുക എന്ന അബദ്ധധാരണയിൽ രോഗത്തിനെതിരെ പടപൊരുതുകയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഈ രോഗമുണ്ടായത് എന്ന് മനസ്സിലാക്കി അതിന് സാധ്യമായ കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ടാണ് രോഗമുണ്ടായത് എന്ന ആ വസ്തുക്കൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കും. അതിൽ പെട്ടതാണ് നമ്മളെ ഭക്ഷണ വഴിയുള്ള മുഴുവൻ നേരമുള്ള തീറ്റ കാരണം ശരീരത്തിന് ഒഴിവ് കിട്ടാതിരിക്കുക. അങ്ങനെ ഒഴിവ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ശരീരം തന്നെ സ്വയം റിപ്പയർ ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇതാണ് ഞാൻ പറഞ്ഞ എങ്ങനെ ശാസ്ത്രലോകത്ത് ഭാരതത്തിൻ്റെ സംഭാവനയായി 0-നും ദശാംശ സമ്പ്രദായത്തിനും എങ്ങനെ ഔന്നത്യമുണ്ടായോ അതേപോലെ ഏകദേശം അതേ നിലവാരത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൽ ഔന്നത്യം ഉണ്ടാക്കാവുന്ന ഉള്ള ഒരു ദർശനമാണ് ഈ ഏകഭുജേ യോഗി. നിങ്ങൾക്ക് യോഗ്യനാവണോ, രോഗിയാണോ, യോഗ്യനാവണോ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല. എന്തായിരിക്കും? ഒരു നേരം ആഹാരം കഴിക്കുക, ബാക്കിയുള്ള നേരം ശുദ്ധമായ ജലമോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കിണറ്റിൽ നിന്ന് മുക്കി കുടിക്കുക. കഴിയുന്നതും അതിൽ ഒരു വേണ്ടാത്ത വസ്തുക്കളും ചേർക്കാതിരിക്കുക. സ്വാഭാവികമായി നമുക്ക് കിട്ടുന്ന ഇനി പുഴയിലെ വെള്ളമായിക്കോട്ടെ, ഒഴുകുന്ന വെള്ളം, അതാണ് ഈ ആദിവാസികളൊക്കെ ഒഴുകുന്ന വെള്ളത്തിന് പ്രത്യേകത കാണുന്നുണ്ട്. അതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കിണറ്റിലെ വെള്ളമായിക്കോട്ടെ, അത് കുടിക്കുക. കാരണം ആ സമയത്ത് നമ്മൾ ഈ എന്തെങ്കിലും കൂട്ടിക്കലർത്തിയ ജീരകവെള്ളം കുടിച്ചാൽ പോലും ആ പ്ലാന്റ് തുറക്കേണ്ടി വരും. അത് നമ്മൾ ഓർക്കണം. എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ദഹിപ്പിക്കാനായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ ദഹന പ്ലാന്റ്, ശരീരത്തിൻ്റെ ദഹന പ്ലാന്റ് തുറക്കേണ്ടി വരും. അത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മളെ ഊർജം വളരെ കൂടുതൽ നഷ്ടപ്പെടും. അപ്പോൾ അത് തുറക്കാതിരിക്കാൻ ചെയ്യേണ്ടത് ഒരു നേരം ആഹാരം കഴിച്ച് ബാക്കിയുള്ള സമയമൊക്കെ കഴിയുമെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളെ രോഗം മാറണം നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ഞാൻ കഴിക്കില്ല. ഇതിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഈ യസുനാരി യഷിനോരി ഉഹ്സൂമിയുടെ
ഓട്ടോഫാഗി എന്നോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്തായാലും ഈ ഓട്ടോഫാഗിയെ കുറിച്ചിട്ട്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് 1974 ബെൽജിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ക്രിസ്ത്യൻ ഡി ഡുവേ, അദ്ദേഹമാണ് ഈ ഓട്ടോഫാഗി എന്ന വാക്ക് കോയിൻ ചെയ്തത്. എന്തായാലും അതേപോലെ 1990 കെമിസ്ട്രിക്ക് 3 പേർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആറോൺ ജിദെനോവർ, അവ്റാൻ ഹെക്സെങ്കെ ആൻഡ് ഇർവിൻ റോസ്. ഇവർക്കൊക്കെ ഈ കാര്യത്തിൽ ഈ ഓട്ടോഫാഗി എന്ന ശാസ്ത്ര രൂപം, ശാസ്ത്രീയ സമീപനം വരുന്നതിന് ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് ഈ ഒഷിനോറി ഒഹുസുമിക്കാണ് 2016 നൊബേൽ പ്രൈസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ ആരോഗ്യ ദർശനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയാൻ കാരണം, ഈ ഭാരതത്തിൻ്റെതൊക്കെ തനി വേണ്ടാത്തതാണെന്നും അത് വെറും പശു ചാണകവും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വൃത്തികേടുകളാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ വലിയ ശാസ്ത്രീയ ബോധമുള്ള മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട, ഇപ്പോൾ വെള്ളക്കാരനെ പോലെ തന്നെ ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്തായാലും ഈ ഇന്ത്യയുടെ സംഭാവന 500 കൊല്ലം മുമ്പ് വരെ ലോകത്ത് ഏറ്റവും മഹത്തരമായ ഒരവസ്ഥയിലായിരുന്നു എന്നും, രോഗം മാറാൻ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും, നേരെ മറിച്ച് ശരിയാണ് കേട്ടോ, വലിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതൊക്കെ എന്താണ്, ഒരാളുടെ കയ്യിലുള്ള പൈസ മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് എത്തുക എന്നുള്ളതല്ലാത്ത പ്രത്യേകിച്ച് ഗുണമുണ്ട് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് എത്രയോ മതാധ്യക്ഷന്മാർ എന്തൊക്കെ മിറാക്കിൾസ് ചെയ്തിരുന്നു, അതേപോലെ കുറേ മിറാക്കിൾസ് വരും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ജീവനുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും സാധാരണ നിങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ, നിങ്ങളൊരു ഹൃദ്രോഗ രോഗിയാണെങ്കിൽ, ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക. ബാക്കിയുള്ള സമയം നിങ്ങളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പരമാവധിയല്ല മുഴുവനായിട്ടും ഒഴിവ് കൊടുക്കുക. ആ ഒരു നേരം ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും, കാരണം ഇത് ഫുൾ ടൈം അടിച്ചുകൊണ്ടേ ഇരിക്കുന്നതല്ലേ. ആ സമയത്ത് നിങ്ങൾ വല്ല പഴങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ മറ്റൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഇളനീര് വെള്ളമോ അങ്ങനെയുള്ള വളരെ നോർമലായ പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രം കഴിച്ചിട്ട് അത് കുറച്ച് കൊണ്ട് എന്നിട്ട് ഒരു നേരത്തേക്ക് മാത്രമാക്കുക. നിങ്ങൾ രോഗിയാണെങ്കിൽ, ആ രോഗം യോഗ്യനാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. അത് സാധാരണ രീതിയിലുള്ള പനി, ജലദോഷം, വയറിളക്കം, ഛർദി അങ്ങനെയുള്ളതൊക്കെ പോട്ടെ, പിന്നെ ഈ ചർമ്മരോഗങ്ങൾ, ഇതുവരെ വസൂരി അടക്കം, ഇതൊക്കെ തന്നെ വേണ്ടത് ഇത് മാത്രമാണ്. അടുത്തതായിട്ട് പിന്നെ
കുറച്ചും കൂടി ഡീജനറേറ്റീവ് ഡിസീസസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങളെ ശരീരത്തിൽ കൊടുക്കുന്ന ഭക്ഷണം കുറച്ചും കൂടി ബുദ്ധിപൂർവം വിവേകപൂർവം അതും കൂടി നമ്മളൊന്ന് നിയന്ത്രിക്കുക. അതായത് നല്ല ഭക്ഷണം, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഭക്ഷണം, അല്ലെങ്കിൽ വല്ലാതെ കൂട്ടിക്കലർത്താത്ത സങ്കീർണമല്ലാത്ത സ്വാഭാവികമായും ദഹനപ്രക്രിയ പരമാവധി വേഗത്തിൽ നടക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല, ഈ ഓട്ടോഫാഗിക്ക് എന്തൊക്കെ വരും എന്നത് ആ പുസ്തകത്തിൽ എന്തൊക്കെയാണ് ഓട്ടോഫാഗി കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് സ്റ്റഡികൾ പറഞ്ഞിട്ടുണ്ട്. 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ നിങ്ങളെ ബ്ലഡ് ഷുഗർ നോർമലാവും, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്കുണ്ടല്ലോ, ബ്ലഡ് ഷുഗർ ഹൈ ആണ്, കൂടിക്കണു അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. 4 മുതൽ 6 മണിക്കൂർ. 10 മുതൽ 12 മണിക്കൂർ വരെ നിങ്ങളുടെ ഗ്ലൂക്കോജൻ യൂസ് കുറയും. പിന്നെ 12 മുതൽ 16 മണിക്കൂർ വരെ റൈസ് ഇൻ കീറ്റോൺസ്, അതായത് കീറ്റോണുകൾ കൂടും. 18 മുതൽ 20 വരെ ഫാറ്റ് ഓക്സിഡേഷൻ ഇൻക്രീസസ്, അതായത് ഫാറ്റ് കുറയാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ തൂക്കം അല്ലെങ്കിൽ തടി കുറയാൻ തുടങ്ങും. 22 മുതൽ 24 വരെ ലിവർ ഗ്ലൂക്കോജൻ ഡിപ്ലീഷൻ, ലിവർ ഗ്ലൂക്കോജൻ കുറഞ്ഞുകൊണ്ടിരിക്കും. 24 ഗ്ലൂക്കോനിയോജനിസിസ് പ്രോഗ്രസസ്. 24 മുതൽ 36 വരെ, അതായത് ഇതൊക്കെ മണിക്കൂറുകളാണ്, ഗ്രോത്ത് ഹോർമോൺ സ്പൈക്ക്. 36 മുതൽ 48 വരെ ഓട്ടോഫാഗി ഇൻക്രീസസ്, അതായത് നിങ്ങളെ സ്വയം തീറ്റ വളരെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. 36 മുതൽ 48 വരെ, അതായത് 2 ദിവസം ആകുമ്പോഴേക്ക്. 42 മുതൽ 72 വരെ, അതായത് 3-ാമത്തെ ദിവസം കീറ്റോസിസ് റൈസസ് എക്സ്പൊണൻഷ്യലി. അതേപോലെ ഡേ 3 നിയോകോഞ്ചനിസസ് പീക്ക്. പിന്നെ ഡേ 3 മുതൽ 5 വരെ കീറ്റോൺസ് റൈസ് മൾട്ടിഫോൾഡ്, കീറ്റോൺസ് മൾട്ടിഫോൾഡിൽ വളരും. പിന്നെ 3 മുതൽ 5 വരെ ബ്ലഡ് ഷുഗർ ദ ലോവസ്റ്റ്, അതായത് 3 മുതൽ 5 വരെ ബ്ലഡ് ഷുഗർ ലോവസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. അതായത് 3 ദിവസം മുതൽ 5 ദിവസം വരെ നിങ്ങൾ ഉപവസിച്ചാൽ നിങ്ങളെ ബ്ലഡ് ഷുഗർ ലോവസ്റ്റ് ആവും എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഡേ 5, 5-ാം ദിവസത്തിന് ശേഷം ഗ്രോത്ത് ഹോർമോൺ ഫ്ലാറ്റൻസ്, ഗ്രോത്ത് ഹോർമോൺ പിന്നെ അത് ഇതായിട്ട് വരുന്നു. പിന്നെ ഡേ 7 മെറ്റബോളിക് അസിഡോസിസ്. അപ്പോൾ അങ്ങനെ 7 ദിവസത്തേക്ക് വരെയുള്ള നിങ്ങളെ ഉപവാസത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞതെന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്ര കൂടുതലൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ നല്ലത്, എനിക്ക് ആസ്തമ ഉണ്ടായിരുന്ന ആളാണ്. ആ ആസ്തമ ഉണ്ടായിരുന്ന ആൾ ഞാനിപ്പോൾ സാധാരണ നിലക്ക്
രാവിലെ ആഹാരം ഒരു 9 മണിയോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കും അടുത്ത 12 മണി 1 മണിയോടുകൂടി ആഹാരം കഴിക്കും. അതായത് 9 മണി മുതൽ 12 മണി വരെയുള്ള നേരത്തെ ആഹാരം കഴിക്കും. ബാക്കി 9 മുതൽ അടുത്ത ദിവസം 1 മണി മുതൽ അല്ലെങ്കിൽ 2 മണി മുതൽ അടുത്ത 9 മണി വരെ. അപ്പോൾ 9ഉം ഇതെത്ര ഉണ്ടാവും? 9 18 മണിക്കൂർ നമുക്ക് ശരീരത്തിന് പ്രത്യേകിച്ചും അവധി കൊടുക്കുകയാണ്. ആഹാരം അകത്തേക്ക് കൊടുക്കാതിരിക്കുകയാണ്. കൂടിപ്പോയാൽ ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറോ ദഹന പ്രക്രിയ നടന്നേക്കും എന്ന് വിചാരിക്കാം. അതിൻ്റെ തുടക്കം. അത് കഴിഞ്ഞാൽ ആ പ്ലാന്റുകളൊക്കെ ദഹന പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ആമാശയത്തിലൊക്കെ നടക്കുന്ന വർക്ക് അവസാനിക്കുന്നതോടു കൂടി തന്നെ നമുക്ക് കുറേ ഊർജം ലാഭിക്കാൻ കഴിയും. ആ ലാഭിക്കുന്ന ഊർജം നമ്മളെ ശരീരത്തിലെ ശുദ്ധീകരണ പ്രക്രിയക്ക് അല്ലെങ്കിൽ നമ്മളെ കേടുപാടുകൾ തീർക്കാൻ, നമ്മളെ രോഗം മാറ്റാൻ നമ്മളെ ശരീരം ഉപയോഗിച്ചോളും. അതായത് നമ്മളെ ശരീരം എന്നത് പൂർണ്ണമായും വളരെ കൃത്യമായിട്ട് എപ്പോഴൊക്കെ അതിന് ഒഴിവ് കിട്ടുന്നോ ആ സമയത്തൊക്കെ ശരീരത്തെ സംരക്ഷിക്കുന്ന, ശരീരത്തെ ശുദ്ധീകരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് പെർഫെക്റ്റാണെന്നർത്ഥം. നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, ശരീരത്തിൽ പ്രകൃതി നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിൽ ഇത് ശരിയല്ല എന്ന് പ്രകൃതിയുടെ ഭാഷയിൽ നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിമ്മിഷ്ടം, വേദന, അല്ലെങ്കിൽ അസാധാരണമായ ചൂട്, വയറിളക്കം, ഇങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേണ്ടത്ര വെള്ളം കുടിക്കുക, മാത്രമല്ല ഒരു നേരം ആഹാരം കഴിക്കുക എന്നുള്ളതേ വേണ്ടു. ഇത് പണ്ട് മുതലേ ഭാരതത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നതാണ്. അത് നമ്മൾ രണ്ടാമത് എടുക്കുക വേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ അതാണ് സത്യം. ഈ ആരോഗ്യവകുപ്പ് എന്ന വകുപ്പുണ്ടല്ലോ, അതിന് ആരോഗ്യമായിട്ട് ഒരു ബന്ധമില്ല. അത് രോഗവകുപ്പാണ്. അതിൻ്റെ പേര് രോഗവകുപ്പ് എന്നാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ചികിത്സാ വകുപ്പ് എന്നിട്ടുള്ളൂ. എങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ റൂമിൽ അല്ലെങ്കിൽ നരകത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗം എന്ന് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ സ്വർഗത്തിനെ കൊണ്ടുപോയിട്ട് നരകം എന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥ. അത് ആരോഗ്യമായിട്ട് അതിന് യാതൊരു, നിങ്ങൾ നോക്കിക്കോളൂ, ഈ കഴിഞ്ഞ ഒരു വർഷം എത്ര രൂപയാണ് ആകെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആരോഗ്യവകുപ്പിനായിട്ട് ചിലവഴിച്ച്? അതിലെന്തെങ്കിലും ഒന്ന് ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾക്കും ചിലവഴിച്ചു. ആരോഗ്യത്തിന് എന്താ വേണ്ടത്? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം, ഇങ്ങനത്തെ എന്തിനെങ്കിലും ആരോഗ്യ വകുപ്പിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ഫണ്ട് അതിന് ചിലവാക്കിയിട്ടുണ്ടോ? നേരെ മറിച്ച് മരുന്നുകൾ, പിന്നെ അതേപോലെ തന്നെ മെഷീനുകൾ, ഇത് കുണ എന്തൊക്കെ സാധനങ്ങളാണത്, കെട്ടിടങ്ങൾ, അങ്ങനെ ആരോഗ്യം വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ചിലവഴിച്ചിട്ട് ആരുടെ പേരില്ല? ആരോഗ്യത്തിൻ്റെ പേരിൽ. ആരോഗ്യത്തിന് വേണ്ടത് ഇതൊക്കെയാണ്: ശുദ്ധവായു, ശുദ്ധഭക്ഷണം, ശുദ്ധജലം. അതിന് 10 പൈസ അതിന് ചിലവാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത്
ആരോഗ്യ വകുപ്പ് പുതുതായിട്ടൊന്നുണ്ടാക്കുക, ഈ വകുപ്പിന് ചികിത്സാ വകുപ്പ് എന്നെങ്കിലും പേരിട്ടിട്ട് നമ്മളെ കുട്ടികളെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്വയം സത്യസന്ധരാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുന്നവർ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിക്കും അതേപോലെ ആരോഗ്യമന്ത്രിക്കും ഇത് അയച്ചു കൊടുക്കണേ. ആരോഗ്യ മന്ത്രിയൊക്കെ യഥാർത്ഥത്തിൽ ശാസ്ത്രമാണ് പഠിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ ചെറിയൊരു മനോഭാവമെങ്കിലും, ശാസ്ത്രീയ മനോഭാവമെങ്കിലും അവർ വെച്ചു പുലർത്തിയതായിട്ട് കാണുന്നില്ല. എന്തോ ഒരു മതാധ്യക്ഷന്മാരെ പോലെ ഈ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ അലോപ്പതിൻ്റെ മതാധ്യക്ഷന്മാർ പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിച്ച് അതാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് നമ്മളെ കുഴിയിൽ ചാടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവരെ ഒക്കെ ബോധ്യപ്പെടാൻ ഇത് ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.